Dear students, welcome back to the next class of biology. നമ്മളിന്ന് തേർഡ് ചാപ്റ്ററിലെ കെമിക്കൽ മെസ്സേജ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞ തേർഡ് ചാപ്റ്ററിലെ 3 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഫിറമോൺസ്, ദെൻ സെക്കൻഡ് വൺ പ്ലാന്റ് ഹോർമോൺ ആൻഡ് തേർഡ് വൺ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഫിറമോൺസ്. നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻസിൻ്റെ ബോഡിയിൽ ഇൻറ്റേർണലി സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ മെസ്സേജുകളെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഹോർമോൺസ്. ഓക്കെ, ഇനി നമ്മൾ ഫിറമോൺസ് പഠിക്കുകയാണ്. ഫിറമോൺസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ സർട്ടൻ എനിമൽസ് ടു ദ സറൗണ്ടിങ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആർ കോൾഡ് ഫിറമോൺസ്. അതായത് ചില ജീവികൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിലോട്ട് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലോട്ട് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഫിറമോൺസ്. ഓക്കെ, അതായത് ഹോർമോൺസ് ആണെങ്കിൽ നമ്മുടെ ബോഡി ഇൻറ്റേർണലി സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഫിറമോൺസ് എന്ന് പറഞ്ഞാൽ ചില ആനിമൽസ് ഇവിടെ എക്സ്റ്റേണലി സെക്രീറ്റ് ചെയ്യുന്നതാണ്. എക്സ്റ്റേണലി സറൗണ്ടിങ്സിലോട്ട്, ഓക്കെ, അവരുടെ സറൗണ്ട്സിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഫിറമോൺസ് എന്ന് പറയുന്നത്. ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ആശയവിനിമയത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു തരാം. ഫിറമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ സർട്ടൻ എനിമൽസ് ടു ദ സറൗണ്ടിങ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആർ കോൾഡ് ഫിറമോൺസ്. ഇനി നോക്കാം, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിറമോൺസിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. നോക്കുക, ഫസ്റ്റ് ഫങ്ഷൻ, ഫിറമോൺസ് ഹെൽപ്പ് ഇൻ അട്രാക്റ്റിംഗ് മെയ്റ്റ്സ്. അതായത് അവരുടെ മെയ്റ്റ്സിനെ, ഇണയെ അട്രാക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനിമൽസ് ഫിറമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇണയെ, മെയ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, ആകർഷിക്കാൻ വേണ്ടി ചില ആനിമൽസ് ഫിറമോൺസിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫങ്ഷൻ നോക്കുക, ഇൻഫോമിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്. എവിടെയെങ്കിലും ഫുഡ് കണ്ടാൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി, അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിറമോൺ സെക്രീറ്റ് ചെയ്യും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ ആൻസിലെ ഒരു ആൻഡ് എവിടെയെങ്കിലും ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഫിറമോൺസാണ് അവർ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഫിറമോണിനെ ബേസ്, അതായത് ഈ ഫിറമോണിനെ അനുസരിച്ച് അതിൻ്റെ ഇത് കിട്ടിയിട്ടായിരിക്കും, അതിൻ്റെ ഹെൽപ്പിലായിരിക്കും അവരെന്ത് ചെയ്യുക, ആ ഫുഡ് കിടക്കുന്ന ഭാഗത്തോട്ട് ബാക്കിയുള്ളവരിങ്ങനെ ഒരു ലൈനായിട്ട് എത്തും. ഓക്കെ, ഇനി തേർഡ് നോക്കുക, തേർഡ് ഫങ്ഷൻ, ഡിറ്റർമൈനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ. ഓക്കെ, ഇതും ആൻസിൽ കാണപ്പെടുന്നത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ പാത്ത് കണ്ടുപിടിക്കാൻ, അതായത് ഒരാൾ സെക്രീറ്റ് ചെയ്ത് ആ വഴിയിലൂടെ തന്നെ ആ പാത്ത് ഡിറ്റർമൈൻ ചെയ്യാനും ഫിറമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തതാണ് സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്. അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇൻഫർമേഷൻ കൊടുക്കാൻ. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കടന്നൽ തേനീച്ച ഇനത്തിൽപ്പെട്ട ഓർഗാനിസംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. തേനീച്ചേനൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആ അപകടം മനസ്സിലാക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് അവർ കൂട്ടത്തോടെ വന്ന് നമ്മളെ ആക്രമിക്കുന്നത്. അപ്പോൾ സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ഓൾസോ ഹെൽപ്പ് ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ടു ലിവ് ഇൻ കോളനീസ്. ഓക്കെ, അതായത് ചിതലുകൾക്കും, ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിതലുകൾക്കും ഹണി ബീസിനും കോളനിയായിട്ടാണ് അവർ കഴിയുന്നത്, അല്ലേ, ലിവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ കോളനി ഫോർമേഷനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിറമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണമാണ് ഫിറമോൺസിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾസ് ഓഫ് ഫിറമോൺസ്. ഫിറമോൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, മസ്ക് ഡിയർ സെക്രീറ്റ് ചെയ്യുന്ന ഫിറമോണാണ് അതിൻ്റെ മസ്കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മസ്കോൺ എന്ന് പറയുന്നത് ഫിറമോണിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അതാരാണ് പ്രൊഡ്യൂസ് ചെയ്യുക, മസ്ക് ഡിയർ. ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മസ്ക് ഡിയറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്ത്, മസ്കോണ്. അതുപോലെ തന്നെ സിവറ്റ് കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ് സിവറ്റോണ്. ദെൻ തേർഡ് വൺ, സിൽക്ക് വേം മോത്ത് സെക്രീറ്റ് ചെയ്യുന്ന ഫിറമോണാണ് ബോംബിക്കോൾ. ഓക്കെ, ഇപ്പോൾ മസ്ക് ഡിയർ, മസ്കോണ്, സിവറ്റ് കാറ്റ്, സിവറ്റോണ്, സിൽക്ക് വേം, ബോംബിക്കോള്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചാണ്. അപ്പോൾ ആനിമൽസിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഹോർമോൺസ്, അതിൻ്റെ ഫങ്ഷൻസ്, ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും ചാപ്റ്റർ, അതായത് ഇത്രയും പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സും ആനിമൽസിനെ പോലെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് ആ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5 ടൈപ്പ് ഹോർമോൺസ് ആണ്. ഫസ്റ്റ് വൺ ഗിബെറിലിൻ, സെക്കൻഡ് വൺ ഓക്സിൻ, തേർഡ് വൺ സൈറ്റോകൈനിൻ, ഫോർത്ത് വൺ അബ്സിസിക് ആസിഡ് ആൻഡ് ഫിഫ്ത്ത് വൺ എത്തിലിൻ. ഓക്കെ, ഇങ്ങനെ 5 ഹോർമോൺസിനെയാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഹോർമോൺ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഹോർമോണാണ് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ നോക്കുക. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. ഈ ഒരു 3 പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഏത്? സൈറ്റോകൈനിൻ. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, വളർച്ച, സെല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുക. സെൽ ഡിവിഷൻ, സെല്ലിനെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇട്ടില്ല, അപ്പോൾ സെൽ ഡിവിഷൻ എന്നുള്ള പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. സെൽ ഡിഫറൻസിയേഷൻ നമ്മൾ 8th പഠിച്ചതാണ് അല്ലേ? അപ്പോൾ സെൽ ഡിഫറൻസിയേഷനും ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ഹോർമോണാണ്? സൈറ്റോകൈനിൻ. ഓക്കെ, ഇനി അടുത്ത ഹോർമോണാണ് ഓക്സിൻ. ഓക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സെൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സെൽ ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്. ഓക്കെ, ടെർമിനൽ ബഡ്സിൻ്റെ, അതായത് മുകുളങ്ങൾ എന്നറിയില്ല, അറ്റത്തുള്ള മുള പൊട്ടുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഈ ടെർമിനൽ ബഡ്സിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട് ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ 1 വേർഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഏതൊക്കെയാണ്? സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹോർമോണാണ് ഗിബെറിലിൻ. ഗിബെറിലിൻ്റെ ഫങ്ഷൻ നോക്കുക. സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ ആൻഡ് സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്. ഓക്കെ, അതായത് സ്റ്റോർഡ് ഫുഡിൻ്റെ ബ്രേക്ക് ഡൗണിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ജെർമിനേഷന്. ഓക്കെ, ജെർമിനേഷൻ എന്നുള്ള പ്രോസസ്സിന് മുള പൊട്ടുക എന്ന് പറയും, അപ്പോൾ ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, അതായത് ഇലകൾ വിരിയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ആൻഡ് ഫെസിലിറ്റേറ്റ് ജെർമിനേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇല വിരിയലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു ഹോർമോണാണ് അബ്സെസിക് ആസിഡ്. അബ്സെസിക് ആസിഡിൻ്റെ ഫങ്ഷൻസ് ആണ് ഡോർമൻസി ഓഫ് എംബ്രയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൺഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. എംബ്രയോയുടെ ഡോർമൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലീവ്സും ഫ്രൂട്ടും എന്തായിട്ടുള്ളത്? റൈപ്പൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് പാകമായി കഴിഞ്ഞത്. ഓക്കെ, പാകമാവുന്നതിന് മുന്നുള്ളതല്ല, പാകമായി കഴിഞ്ഞ ലീവ്സിൻ്റെയും ഫ്രൂട്ടിൻ്റെയും ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പൊഴിഞ്ഞു പോകും അല്ലേ, കൊഴിയാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൊഴിയലിനും സഹായിക്കുന്നത് ഏത് ഹോർമോണാണ്? അബ്സെസിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ഹോർമോണാണ് എത്തിലിൻ. എത്തിലിൻ്റെ ഫങ്ഷനാണ് റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. ഇലകളും ഫ്രൂട്ട്സും പഴങ്ങളും പഴുക്കാൻ സഹായിക്കുന്നത് റൈപ്പണിങ്ങിന്. ഓക്കെ, അപ്പോൾ ഇലകളും ഫ്രൂട്ട്സും പഴുക്കാൻ സഹായിക്കുന്നുണ്ട്. എക്സസ് എമൗണ്ട് ഓഫ് എത്തിലിൻ കോസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. അപ്പോൾ എത്തിലിൻ പഴങ്ങളും ലീഫൊക്കെ പഴുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എമൗണ്ട്, ആ ഹോർമോണിൻ്റെ എമൗണ്ട് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാവുന്നുണ്ട്? ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്, ഇലകളും ഫ്രൂട്ട്സും കൊഴിഞ്ഞു വീഴാൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഹോർമോൺസ്. ഏതൊക്കെയാണ്? സൈറ്റോകൈനിൻ, ഓക്സിൻ, ഗിബെറിലിൻ, അബ്സെസിക് ആസിഡ് ആൻഡ് എത്തിലിൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഹോർമോൺസിനെ കുറിച്ചാണ്. നോക്കുക, അപ്പോൾ ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺസ് ഏതൊക്കെയാണ് നോക്കാം. ഈ തന്നതൊക്കെ പ്ലാൻ ഹോർമോൺസ് ആണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ആർട്ടിഫിഷ്യൽ, കൃത്രിമമായിട്ടും ഈ പ്ലാൻ ഹോർമോൺസിനെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ടും മാർക്കറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അഗ്രികൾച്ചറൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺസിന് എക്സാമ്പിളാണ് ഓക്സിൻ്റെ ഉണ്ട് ആർട്ടിഫിഷ്യൽ, ഗിബെറിലിൻ്റെ ഉണ്ട്, എത്തിലിൻ്റെ ഉണ്ട്, അബ്സെസിക് ആസിഡിൻ്റെയും ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ഇന്ന് അവൈലബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് ഓക്സിനെ കുറിച്ച് നോക്കാം. ഓക്സിൻ്റെ പ്രത്യേകത, അതായത് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ അഗ്രികൾച്ചറൽ ഫീൽഡ് ടു പ്രിവെൻറ്റ് ഡ്രോപ്പിംഗ് ഓഫ് പ്രിമച്വർ ഫ്രൂട്ട്സ് ഫോർ ദ സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്രൂട്ട് ആൻഡ് ആസ് എ വീഡിസൈഡ്. അതായത് ഓക്സിൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യലി യൂസ് ചെയ്യാൻ കാരണം ഡ്രോപ്പിംഗ് ഓഫ് പ്രിമച്വർ ഫ്രൂട്ട്സ്, പാകമാവാത്ത പഴങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അവ കൊഴിഞ്ഞു പോവാതിരിക്കാൻ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില പഴങ്ങൾ, മാങ്ങയുടെ ഒക്കെ പ്രത്യേകിച്ച്
അത് ചെറിയ കണ്ണിമാങ്ങ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊഴിഞ്ഞു വീഴുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രിമച്ചുറായിട്ടുള്ള ഫ്രൂട്ട്സ് കൊഴിഞ്ഞു വീഴുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഓക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ദ സ്പ്രൗട്ടിങ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇലകൾ തളിർക്കാൻ യൂസ് ചെയ്യുന്നു, റൂട്ട് മുളയ്ക്കാൻ, ഓക്കെ, റൂട്ട് മുളയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് എ വീഡിസൈഡ്, അതായത് കളനാശിനി ആയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ആർട്ടിഫിഷ്യൽ ഹോർമോണാണ് ഗിബറിലിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഫ്രൂട്ട് സൈസ് ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ. ആപ്പിളിൻ്റെയും ഗ്രേപ്സിൻ്റെയും ഫ്രൂട്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ഗിബറിലിൻ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഹോർമോണിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫോർ ദ പ്രിവെൻറ്റിങ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ്. അതായത് മാർക്കറ്റിംഗ് ടൈമിൽ ആ സമയത്ത് ഫ്രൂട്ട്സ് പഴുക്കാതിരിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഗിബറിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇനി അടുത്തതാണ് എത്തിലിൻ. യൂസ് ചെയ്യുന്നത്, എത്തിലിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഫ്ലവറിങ് ഓഫ് പൈനാപ്പിൾ പ്ലാന്റ്സ് അറ്റ് ദ ടൈം ആൻഡ് ഫോർ ദ റൈപ്പണിങ് ഓഫ് ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച് എക്സെട്ര. അതായത് എത്തിലിൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഒരേ ടൈമിൽ പൈനാപ്പിൾ പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പ്ലാന്റ് ഒരു ടൈമിൽ ഫ്ലവർ ഇടും, അടുത്ത പ്ലാന്റ് മറ്റൊരു സമയത്തായിരിക്കും. അപ്പോൾ അത് തടയാൻ വേണ്ടി കൃഷി ഇറക്കുന്ന സമയത്ത് ഉള്ള പൈനാപ്പിൾ പ്ലാന്റ്സ് ഒക്കെ ഒരേ ടൈമിൽ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിലിൻ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച് ഇതൊക്കെ പഴുക്കാൻ റൈപ്പണിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കാം, എത്തിഫോൺ, എ കെമിക്കൽ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ലിക്വിഡ് ഫോം ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എത്തിലിൻ. എത്തിഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, ലിക്വിഡ് ഫോമിലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. അതിനെ ഈ എത്തിഫോണിനെ എത്തിലിനാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് വെൻ യൂസ്ഡ് ഇൻ റബ്ബർ ട്രീസ് ആൻഡ് ഇറ്റ് ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ്. എന്നിട്ട് നമ്മൾ ഈ ഇതിനെ എത്തിലിനാക്കി മാറ്റുന്നുണ്ട്. അത് നമ്മൾ ഈ റബ്ബർ ട്രീയിലോട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, റബ്ബർ ട്രീയുടെ ലാക്ടസ് ഇൻക്രീസ് ചെയ്യണം, റബ്ബറിൻ്റെ പാല് കൂടാൻ ഈ എത്തിഫോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് എത്തിലിൻ. ഇനി അടുത്തതാണ് അബ്സസിക് ആസിഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർവെസ്റ്റിംഗ് ഫ്രൂട്ട് അറ്റ് ദ സെയിം ടൈംസ്. അതായത് ഒരേ സമയത്ത് വിളവെടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാ പഴങ്ങളും ഒരേ സമയത്ത് പാകമാവാൻ വേണ്ടിയിട്ട്, ഒരേ സമയത്ത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോണാണ് ഏത്, അബ്സസിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിൻ്റെ ആർട്ടിഫിഷ്യൽ ഹോർമോൺ ഉണ്ട്, ഗിബറിലിൻ ഉണ്ട്, എത്തിലിൻ്റെ ഉണ്ട്, അബ്സസിക് ആസിഡിൻ്റെ ഉണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.